യബ്ബേസ് അവന്റെ സഹോദരങ്ങളെക്കാൾ അധികം മാന്യൻ. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവന്റെ അമ്മ അവനെ ദുഃഖത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് യബ്ബേസ് എന്ന് പേരിട്ടു. ദുഃഖം എന്ന് പേരിട്ടു, വ്യസനം എന്ന് പേരിട്ടു. ഇനി ഒരു കാര്യം ഞാൻ പറയാം. യബ്ബേസ് അന്നും പ്രശസ്തനാണ്. ഏത് കാര്യത്തിൽ പ്രശസ്തനാണ്? അവന്റെ ദുഃഖത്തിൽ പ്രശസ്തനാണ്. എന്റെ കൂടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. അവന്റെ പേര് പ്രശസ്തമാണ്. കാരണം അവനെ യബ്ബേസ് എന്ന് വിളിക്കുമ്പം അവനെ വിളിക്കുന്നത് എടാ ദുഃഖമേ എന്നാണ്. യബ്ബേസിന്റെ മുഖത്ത് നോക്കി വിളിക്കുകയാണ്, എടാ ദുഃഖമേ. നിങ്ങളുടെ മുഖത്ത് നോക്കി ഒരു മനുഷ്യൻ ദുഃഖം എന്ന് വിളിക്കുമ്പം നിങ്ങൾ അറിയാതെ നിങ്ങൾ പ്രശസ്തനാകുകയാണ്. പക്ഷെ അത് പ്രശസ്തിയല്ല, അത് കുപ്രസിദ്ധിയാണ്. എന്റെ കൂടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. അന്നേ അവൻ പ്രശസ്തനാണ്, നല്ല കാര്യത്തിനല്ല. യബ്ബേസ് പ്രശസ്തനായത് അവന്റെ ദുഃഖം കാരണമാണ്. യബ്ബേസ് പ്രശസ്തനായത് അവന്റെ വ്യസനം കാരണമാണ്. യബ്ബേസ് പ്രശസ്തനായത് അവന്റെ പ്രശ്നങ്ങൾ കാരണമാണ്. എന്നാൽ അവന്റെ പ്രശ്നങ്ങൾ കൊണ്ട് അവൻ ഒരു ഭാഗത്ത് കുപ്രസിദ്ധി ആർജിച്ചപ്പോൾ ഇതാ ബൈബിൾ പറയുന്നു, അവന്റെ ചരിത്രത്തെ മാറ്റിയിട്ട് ഒരു തിരിവ് അവന്റെ പ്രശസ്തിയിൽ സംഭവിക്കുകയാണ്. ഇപ്പോൾ അവൻ അറിയുന്ന ദുഃഖപുത്രൻ എന്നല്ല, അവൻ സഹോദരങ്ങളെക്കാൾ അധികം മാന്യൻ. ഇന്ന് നിന്റെ പേര് പലർക്കും പ്രശസ്തമാകുന്നത് നിന്റെ ദുഷ്പേര് കാരണമായിരിക്കാം, നിന്റെ വേദന കാരണമായിരിക്കാം, നിന്റെ സങ്കടം കാരണമായിരിക്കാം. നിന്റെ ചരിത്രം തിരിയാൻ സമയമായി, നിന്റെ ചരിത്രം മാറാൻ സമയമായി, നിന്റെ പേര് തിരിയാൻ സമയമായി. പലരും പ്രശസ്തരാണ്, നമുക്കറിയില്ലെന്നേ ഉള്ളൂ. എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. നമ്മെപ്പറ്റി പലരും ഇന്ന് സംസാരിക്കുന്നുണ്ട്, നിങ്ങളെപ്പറ്റി പലരും സംസാരിക്കുന്നുണ്ട്. നല്ല കാര്യത്തിനല്ലെന്ന് മാത്രം. അവൻ ശരിയല്ല കേട്ടോ, അവർക്ക് ഇന്ന പ്രശ്നമുണ്ട് കേട്ടോ, അവൻ ഈ സംസാരം ശരിയല്ല, അവൻ ഇടപെടൽ ശരിയല്ല, അവന്റെ സ്വഭാവം ശരിയല്ല, അവന്റെ യാത്രകൾ ശരിയല്ല. ഇന്നും നിന്നെപ്പറ്റി ലോകം സംസാരിക്കുന്നുണ്ട്. നീ പലർക്കും പ്രശസ്തനാണ്, പക്ഷെ നല്ല കാര്യത്തിനല്ലായിരിക്കാം. ഇന്ന് നിന്റെ കുപ്രസിദ്ധി കൊണ്ട്, നിന്റെ പ്രശ്നങ്ങൾ കൊണ്ട്, നിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് നീ പ്രശ്നക്കാരന് അവൻ എന്ന പേരിൽ അറിയപ്പെട്ടെങ്കിൽ ആ ചരിത്രത്തെ ഇതാ ദൈവം തിരിക്കാൻ പോകുകയാണ്. യബ്ബേസിന്റെ ചരിത്രത്തെ ദൈവം തിരിച്ചതുപോലെ നിന്റെ ചരിത്രത്തെയും ദൈവം തിരിക്കാൻ പോകുകയാണ്. യബ്ബേസിന്റെ ചരിത്രത്തിൽ കഥയിൽ ഒന്നാമത്തെ പ്രത്യേകത ഇതായിരുന്നു, അവന്റെ കുപ്രസിദ്ധിയെ ദൈവം പ്രശസ്തിയാക്കി മാറ്റി. കണ്ടോ, ജനിച്ചപ്പോഴേ ശരിയല്ല, അവന്റെ പേര് കറക്റ്റല്ല, നന്മ കറക്റ്റല്ല, അവൻ പക്കാ അലമ്പനാണ്, അവൻ ശരിയല്ല. ഇങ്ങനെ ലോകം അവനെ കുറിച്ച് സംസാരിച്ച ഒരു കാലമുണ്ടായിരുന്നു. അവനത് ചെയ്തത് കൊണ്ടല്ല, അവന്റെ പേര് കാരണം. അയ്യോ, അവൻ വ്യസനപുത്രനാണ്. അവന്റെ അമ്മ അവന്റെ വ്യസനപുത്രൻ എന്ന് പേരിടാൻ കാര്യം, അവൻ ജനിച്ചപ്പോഴേ പ്രശ്നം ഉണ്ടാക്കിയവനാണ്. അവൻ ജനിച്ചപ്പോഴേ അമ്മയ്ക്ക് വേദന കൊണ്ടുവന്നവനാണ്. അതുകൊണ്ട് അവൻ ശരിയല്ല എന്ന് അവനെ പറ്റി ലോകം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരൊറ്റ പ്രാർത്ഥന അവന്റെ ചരിത്രത്തെ തിരിച്ചെന്ന്. ഹല്ലേലൂയ! ഒരൊറ്റ പ്രാർത്ഥന, ഒരു സെന്റൻസ് പ്രാർത്ഥന. ആർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? ഒറ്റ സെന്റൻസ് പ്രാർത്ഥന ആ മനുഷ്യന്റെ ചരിത്രം മാറ്റിയെന്ന്. അതുവരെ കുപ്രസിദ്ധി പ്രാപിച്ചവർ പ്രശസ്തനായി തീർന്നെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ ചരിത്രം മാറാൻ വലിയ സമയമൊന്നും വേണ്ട, നിന്റെ പേര് മാറാൻ വലിയ സമയമൊന്നും വേണ്ട, നിന്റെ ഹിസ്റ്ററി തിരിയാൻ വലിയ സമയമൊന്നും വേണ്ട. ഇന്ന് നിന്നെപ്പറ്റി ലോകത്തിന് ആർക്കും അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ അറിയുന്നത് മോശമായ പേരിലായിരിക്കാം. പക്ഷെ നിന്റെ പേര് മാറാൻ ഒരൊറ്റ സെക്കൻഡ് മതിയെന്ന്, ഒരൊറ്റ ലൈൻ പ്രാർത്ഥന മറിയെന്ന് ദൈവം കൈവച്ചാൽ, ദൈവം നിനക്ക് വേണ്ടി ഇടപെട്ടാൽ, ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങിയാൽ, അവൻ നിനക്ക് വേണ്ടി ചലിച്ചാൽ ഒരൊറ്റ മൊമെന്റിൽ ചരിത്രം മാറുമെന്ന്